എന്താ പറയാ, നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീടിന്റെ പ്ലാനിങ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ, ഈവൻ ഇഫ് ഇറ്റ് ഡസന്റ് കം അണ്ടർ ദ കാറ്റഗറി, ദേ വർ റെഡി ടു ഹെൽപ്പ് us ഔട്ട്. പറയാച്ചാല് ഒരു പെയിന്റിങ്, ഐ മീൻ ഫ്രെയിം ചെയ്യണത് മുതൽ ഈവൻ നമ്മുടെ സൈറ്റിൽ നിന്ന് വേസ്റ്റ് റിമൂവൽ, അതൊന്നും അവരുടെ ഒരു ഇതിൽ വരണ കാര്യമല്ല. അതൊന്നും അവർക്കതൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമില്ല. ബട്ട് യു നോ, വൈൽ കൺസ്ട്രക്ടിങ് എ ഹൗസ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കുറേ സ്ട്രെസ്സും കുറേ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൂടി ഫേസിൽ കൂടി കടന്നു. അപ്പൊ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു മോറൽ സപ്പോർട്ടും കൂടിയിട്ടാണ്. ലൈക്ക് ആ അറ്റ്മോസ്ഫിയറിനെ കൂടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഈച്ച് ആൻഡ് എവറി ഫേസിൽ, ഈവൻ ഇഫ് ഞാൻ പിന്നെയും പറയാണ്, അവരുടെ ഒരു കാറ്റഗറിയിൽ വരാത്ത കാര്യമാണെങ്കിൽ കൂടി ദേ വർ റെഡി ടു ഹെൽപ്പ് us ഔട്ട്. ലൈക്ക് ഒരു മോറൽ സപ്പോർട്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കൺസേൺ റേസ് ചെയ്താൽ അവർ അതിനുള്ള ഒരാളെ കണ്ടുപിടിച്ച് തരികയോ അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരികയോ, അങ്ങനെ കുറേ ഹെൽപ്പ് അവർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, വെറുതെ ഒരു കാഷ്വൽ ടോക്കിൽ ഞാൻ പറഞ്ഞതാണ്, എനിക്കൊരു ഹാൻഡ് പെയിന്റഡ് പെയിന്റിങ്, ഒരു ക്യാൻവാസ് വീട്ടിൽ വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ലൈക്ക് ലോട്ടസ് പെയിന്റിങ്. അപ്പൊ വെറുതെ ഒരു കാഷ്വൽ ടോക്കിൽ ഞാൻ അവരോട് പറഞ്ഞതാണ്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്, പക്ഷെ ഇനിയിപ്പോ എങ്ങനെയാ നടക്കുക, ഇനിയിപ്പോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ആർട്ടിസ്റ്റിനെ കൊണ്ടുവരണല്ലോ, അത് വേണ്ട വെക്കാം. സോ വിത്തിൻ എ സെക്കൻഡ് ലെവൽ ലൈക്ക്, മാം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഐ വാസ് ലൈക്ക്, നിങ്ങൾ ആൻഡ് ഐ ടോൾഡ് ഓക്കെ, ലെറ്റ്സ് ഗോ അഹെഡ്, എന്താണെങ്കിലും നമുക്ക് നോക്കാം. ഒരു 3 nights അവരുടെ വർക്ക്, 4 nights ആക്ച്വലി അവരുടെ വർക്ക് കഴിഞ്ഞിട്ട്, അവരുടെ യൂഷ്വൽ വർക്ക് കഴിഞ്ഞിട്ട് അവർ നൈറ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് അതൊന്നും അവർക്ക് നമ്മുടെ മേലെ അങ്ങനെ അത് ചെയ്തു തരണം എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. പക്ഷെ ദേ വർ റെഡി ടു ഹെൽപ്പ് us. അതൊരു ക്ലയന്റിന് മാതിരി അല്ല. അതേറെ അപ്രോച്ച് വാസ് ലൈക്ക്, ഓക്കെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ലെറ്റ് us ഡു ഇറ്റ് ഫോർ ദം. അങ്ങനെ അവർ ചെയ്തു തന്നതാണ്. നമ്മുടെ ലൈക്ക് അത് നമ്മുടെ വീടിന്റെ ഒരു മേജർ പാർട്ടാണ്. ലൈക്ക് ഹൗസ് വാമിങ്ങിന് വന്ന ആൾക്കാരൊക്കെ ഓൾവേ ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പെയിന്റിംഗ്. സോ അതൊക്കെ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു വലിയ ഹെൽപ്പാണ്. ആൻഡ് ഓൾസോ നിർമ്മൽ പറഞ്ഞ മാതിരി ഒരു Jan 26th he called and Neenu was the one who took the call. Neenu from the team at Morphic, and I have very good rapport with her. Like നമ്മൾ ഒരാളെ ഒരു കോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോണ്ട് അല്ലെങ്കിൽ അവര് നമുക്ക് തരുന്ന ആ ഒരു വൈബ്, ദാറ്റ് റിയലി ഹെൽപ്സ്. അപ്പോ ഇപ്പൊ നമുക്ക് അത് കാരണം എന്താ വെച്ചാൽ വൈബ് ഒരു നല്ലൊരു ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ അവരോട് പറയാനും അവർക്ക് നമ്മളുടെ മൈൻഡ് കുറേം കൂടി മനസ്സിലാക്കാൻ പറ്റും. ലൈക്ക് ഇന്റീരിയർ ഈസ് ലൈക്ക് നമ്മുടെ മൈൻഡാണ് നമ്മുടെ വീടിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇക്വേഷൻ സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾക്കും ഒരു മടിയായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയാൻ. ആൻഡ് സിജോ, സവാദ്, എവ്രിബഡി ലൈക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ജറോക്ക, ആ ജറോക്ക ആദ്യം നമ്മൾ വേണ്ട വെച്ചു, പിന്നെ നമ്മൾ അത് ചെയ്യാം. അപ്പൊ അത് നമ്മൾ നോക്കുമ്പം യൂഷ്വൽ നമ്മൾ ജറോക്കൊക്കെ വാങ്ങിച്ചാൽ ഇറ്റ് വാസ് വേ ടു എക്സ്പെൻസീവ്. പക്ഷെ സവാദ് അത് ചെയ്തു തന്നു. നമ്മൾ വിചാരിച്ചൊരു ലിമിറ്റിനുള്ളിൽ തന്നെ അത് ചെയ്ത് നമ്മളെടുത്തു. ആൻഡ് സിജോ ആണ് പില്ലർ ഓഫ് അറ്റ്മോസ്ഫിക്. ഹീസ് വെരി ടാലന്റഡ്. ആർക്കിടെക്റ്റ് ആണെങ്കിലും ലൈക്ക് ആർക്കിടെക്റ്റും നമ്മളോട് പറഞ്ഞിരുന്നു, ഹി നോസ്. ഞാൻ അതാണ് പറയുന്നത്, ആ സെന്റൻസ് എന്റെ മൈൻഡിൽ ഇപ്പോഴും സ്റ്റക്ക് ആയി കിടന്നു. ഹി നോസ് ദ സ്റ്റാഫ്, ഹി നോ വാട്ട് എക്സാക്ട്ലി ഹാസ് ടു ബി ഡൺ. ബിക്കോസ് ഇവര് മാത്രമല്ല വേറെയും കുറെ ഇന്റീരിയർ ടീമിനെ അപ്രോച്ച് ചെയ്തപ്പോ നോബഡി വാസ് ലൈക്ക്, നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി they are very good at their work. അവര് ആരും മോശമാണെന്നല്ല ഞാൻ പറയണേ, പക്ഷെ they have a particular way of executing things. അവരൊരു സ്ക്രാച്ച് ഒരു ഡ്രോയിങ് വരച്ച് അവർക്ക് എല്ലായിടത്തും ചെയ്യണ കുറച്ച് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അവരുടെ ഇൻപുട്സ് നമ്മളിലേക്ക് പുഷ് ചെയ്യാനാണ് ശ്രമിക്കുക. ലൈക്ക് അപ്പൊ അവർക്കും ചിലപ്പം ഈസി ആയിരിക്കും. ലൈക്ക് അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല കാരണം അവർക്ക് ആ ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് ഉപരി ക്ലയന്റിന്റെ ആക്ച്വൽ എന്താ വേണ്ടത് എന്ന് കണ്ടുപിടിക്കുകയാണ് ഒരു ഇന്റീരിയർ ടീമിന്റെ ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് ഇന്റീരിയർ ടീം ഒരു ഡ്രോയിങ് തരിക, അത് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാന്ന്, അതാണ് പലരും ശ്രമിക്കുന്നത്. ഇവർ അങ്ങനെയായിരുന്നില്ല. ഇവര് നമുക്ക് വേണ്ടത് ലൈക്ക് അവർ ആ ഡ്രോയിങ്ങിലൊന്നും ഒരു മാറ്റവും വരുത്തിയില്ല. അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കിടെക്ട് എന്താണോ പറഞ്ഞത് അത് അതേമാതിരി അവർ എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് അവരുടെ കൂടെയുള്ള ആ ടീമും വളരെ എഫിഷ്യന്റ് ആണ് കേട്ടോ. ലൈക്ക് ദ വർക്കേഴ്സ്, അവരെ പറ്റിയും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ലൈക്ക് അവരും വളരെ എഫിഷ്യന്റ് ആണ്.
നമ്മൾ പറയണത് അതേമാതിരി ചെയ്യാൻ അവർക്കും നല്ല ഇതായിരുന്നു. സോ താങ്ക് യു ടീം അറ്റ്മോസ്ഫിക്, താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ ഇൻപുട്സ്, ഓൾ യുവർ ഹെൽപ്പ്, ആൻഡ് വി വിഷ് യു എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ്. Thanks once again team Atmospheric. We wish you all the best for all your future endeavors. Thank you.